ആശിക്കാനായിട്ട് വകയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് കടന്നുപോയ സാഹചര്യം, ആ സമയത്ത് ആമേൻ അവരൊത്തിരി ആശിച്ചു ഒരു മടങ്ങി വരുവന് വേണ്ടിയിട്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഒരു സമയം വെച്ചിരുന്നു. ആ സമയത്തിന് മുന്നമേ ആമേൻ അവരെ മടക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്മാർ അവരെ ആമേൻ ഹല്ലേലൂയ ആശിച്ചപ്പോൾ ആമേൻ അവർക്ക് ഒത്തിരി നിരാശ ഉണ്ടാകാനിടയായി. ആമേൻ, ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, ആമേൻ പല വാക്കുകൾ കേട്ട് നീ മടുത്തോ? ആമേൻ പല വാക്കുകൾ കേട്ട് നിരാശപ്പെട്ടോ? എന്നെ ദുഃഖം മാറും, എന്റെ പ്രശ്നം മാറുമെന്നൊക്കെ ആമേൻ ചിന്തിച്ച സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ, എന്നാൽ ഇന്ന് വരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം വരാതെ ആമേൻ ഹൃദയവേദനയോടെയാണെന്ന് പകൽ വന്നത്. ആമേൻ, ഇസ്രായേൽ ജനത്തിന് അങ്ങനെ പറ്റി. ആമേൻ, അവരെ ദൈവം ഒരിക്കൽ മടക്കി വരുത്തി എന്നവർ പറയുകയാണ്, ഞങ്ങൾ പ്രവാസികളെ ആയിരുന്നു, ഞങ്ങളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ജാതികളുടെ അന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. തൊട്ട് മുൻപ് അവർ പറഞ്ഞ എന്താണ്? ഞങ്ങളിനി യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? ഞങ്ങളിനി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ഞങ്ങളിനി ആമേൻ സന്തോഷിക്കുന്നത് എങ്ങനെ? അവർ പാട്ടും പ്രാർത്ഥനയൊക്കെ നിർത്തി അവിടെ കിന്നരങ്ങളെ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന് നടുവിൽ നിന്ന് ആമേൻ ദൈവത്തിന്റെ സമയത്ത് ഒരു വിടുതൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇറങ്ങി വരും, എന്റെ സന്തോഷത്തെ മടക്കി തരും, എന്റെ ചിരി മടക്കി തരും, എന്റെ ദുഃഖത്തെ കർത്താവ് മാറ്റും, എന്റെ നിരാശകളെ കർത്താവ് മാറ്റും. അന്ന് ഞങ്ങളുടെ വായിൽ അമ്മയുണ്ടായിരുന്ന ആർപ്പിനെ കർത്താവ് മടക്കി തരും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്ത് അല്പസമയങ്ങളുടെ കരങ്ങളെ തട്ടിയെന്ന കർത്താവിന് മഹത്വം കൊടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ ആമ എല്ലാ മൂടുപടങ്ങളിൽ നിന്ന് പകൽ മാറട്ടെ. ആത്മീയ മൂല്യച്യുതികൾ, ആത്മീയ അപജയങ്ങളിൽ നിന്ന് പകൽ മാറട്ടെ. ആമേൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മനിയോഗത്തോടെ ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ എല്ലാ ദിനങ്ങളും തുറന്ന് ആമ കർത്താവിന്റെ അല്പസമയങ്ങൾ മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിലെ മുൻവിധികൾ മാറട്ടെ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ ഇന്നെന്റെ ദിവസമാണെന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ മേൽ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമാണെന്ന് ആമേൻ വിശ്വസിച്ചുകൊണ്ട് അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. അർത്ഥമാന വൈഡമനഗതനകശിയാധനാദ അർത്ഥമാന വൈഡർഭമാനകശിയാധന ദീഘമാന വൈഡർഭമാനക സംഭരാധന അർദ്ധരാജകൽഭമനകശിയാധന. ഇന്ന് പകൽ വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയങ്ങളായി മാറട്ടെ. അല്പസമയങ്ങൾ ഹൃദയങ്ങളെ പകർന്ന് ദൈവത്തോട് സംസാരിച്ചു തുടങ്ങിയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു പ്രതിയോഗിയുടെ മുൻപിൽ ആമേ ഹന്ന വളരെ വേദനപ്പെട്ടു. അവൾ ആലയത്തിൽ ചെന്ന് ആമേ തന്റെ ഹൃദയങ്ങളെ പകരാൻ ദൈവത്തോട് അറിയിപ്പാൻ മനസ്സ് വെച്ചപ്പോൾ അവൾക്ക് ആലയത്തിൽ ലഭിക്കേണ്ട പരിഗണന കിട്ടിയില്ല. പുരോഹിതൻ പോലും തന്നെ തള്ളിക്കളഞ്ഞു. ഒരു നീച സ്ത്രീ എന്ന് കണ്ട് അവളെ കുറ്റം വിധിച്ചപ്പോൾ ഭവനത്തിലും ആമേ സഭയിലും സമൂഹത്തിലും ഒക്കെ നിന്ദിക്കപ്പെട്ടവളായി. എങ്കിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തോട് നിലവിളിച്ച് ആമേ ദൈവത്തിൽ കരഞ്ഞ ഹൃദയത്തെ ദൈവത്തിന് മുമ്പാകെ പകർന്ന ഹന്നയ്ക്ക് വേണ്ടി ആമേൻ ദൈവം ഇടപെട്ടെങ്കിൽ ഇന്ന് പകൽ ചില തകർന്ന ഹൃദയങ്ങളെ ദൈവം ഇന്ന് പകൽ സന്ദർശിക്കുന്ന സമയമാ. എത്ര പേര് ഈ പകൽ ദൂതം ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ആമേൻ യഹോവ അവളെ ഓർത്തു. നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ദിവസം വിട്ടുകൊടുത്താട്ടെ. ഒരു ഹന്നായെ പോലെ ഹൃദയത്തെ ഒന്ന് പകരാൻ ഇന്ന് പകൽ ആർക്ക് മനസ്സുണ്ട്? ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിനെല്ലാം ആമേൻ ഹല്ലേലൂയ ഭാരങ്ങൾ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. ദൈവിക സമാധാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആമേൻ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലിൽ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സഭയ്ക്ക് വേണ്ടി പ്രാരംഭമായി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ